പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ ബിജെപി ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം തീരാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ ബിജെപി സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ബിജെപിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ ബിജെപി സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന ബിജെപി ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGPയുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGPയുടെ പിന്തുണയില്ലാത്തതും BJPയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJPക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. KPCC വിശാല നിർവാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. K മുരളീധരന്റെ വിമർശനത്തിന് ശേഷം തിടുക്കപ്പെട്ട് നടത്തിയ സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ലെന്ന വിമർശനം യോഗത്തിൽ ഉയരും. മതിയായ പ്രചരണ പരിപാടികൾ ഇല്ലാതെയായിരുന്നു സമരങ്ങൾ ആസൂത്രണം ചെയ്തത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിനെതിരെയും വിമർശനം ഉയരും. 6 മാസത്തിന് ശേഷമാണ് ഒരു KPCC യോഗം ചേരുന്നത് എന്ന വിമർശനം മറുഭാഗവും നേതൃത്വത്തിനെതിരെ ഉയർത്തും. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടന കേസിലെ പ്രതികളെ കൊല്ലം കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കൊല്ലം ജില്ലാ കോടതിയാണ് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. അടുത്ത മാസം 7-ന് ഹാജരാക്കാൻ ബംഗളൂരു അഗ്രഹാര ജയിൽ സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്ന ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായ അബ്ബാസ് അലി, ഷംസുദ്ദീൻ, ദാവൂദ് സുലൈമാൻ, മുഹമ്മദ് അയൂബ് അലി, സംസം കരീം രാജ എന്നിവരെയാണ് അടുത്ത മാസം 7-ന് കൊല്ലം ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. അടുത്ത മാസം 7-ന് ഹാജരാക്കാൻ ബംഗളൂരു അഗ്രഹാര ജയിൽ സൂപ്രണ്ടിനാണ് കൊല്ലം ജില്ലാ കോടതിയുടെ നിർദ്ദേശം. അന്ന് തന്നെ കേരള പോലീസ് പ്രതികളെ കോടതിയുടെ അനുമതിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി 15 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷയും സമർപ്പിക്കും. 2016 ജൂൺ 15-ന് കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ തൊഴിൽ വകുപ്പിന്റെ ഉപയോഗശൂന്യമായ ജീപ്പിലാണ് സംസം കരീം രാജ ടൈമർ ഘടിപ്പിച്ച സ്റ്റീൽ പാത്ര ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. കോടതികളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് തെക്കേന്ത്യയിലെ കോടതികൾ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രതികൾ മൈസൂരു സ്ഫോടന കേസിൽ NIAക്ക് മൊഴി നൽകിയിരുന്നു. മലപ്പുറം കോടതി വളപ്പിൽ സ്ഫോടനം നടത്തിയ പ്രതികൾ തങ്ങൾ അൽഖ്വയ്ദയെ ആരാധിക്കുന്ന ബേസ് മൂവ്മെന്റ് പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന രേഖകൾ ഉൾപ്പെടുന്ന പെൻഡ്രൈവ് സ്ഫോടനം നടത്തിയ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നു. അതേസമയം കൊല്ലത്ത് പ്രതികളെ എത്തിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിലയിരുത്താൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സതീഷ് ബിനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ പ്രവർത്തന സജ്ജമായി.
1100 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ടെർമിനലുകൾ ആഭ്യന്തര സർവീസിനായി മാറ്റും. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം, 84 ചെക്ക് ഇൻ കൗണ്ടറുകൾ, 80 എമിഗ്രേഷൻ കൗണ്ടറുകൾ, 10 എയ്റോ ബ്രിഡ്ജുകൾ, 10 എസ്കലേറ്ററുകൾ, 21 എലവേറ്ററുകൾ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനത്തിന് സജ്ജമായ പുതിയ അന്താരാഷ്ട്ര ടെർമിനലിന്റെ വിശേഷങ്ങളാണിത്. 360 ഡിഗ്രി ഇമേജിങ്ങോടെ CT സ്കാനിംഗ്, ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനം, 3000 സുരക്ഷാ ക്യാമറകൾ, അത്യാധുനിക സെക്യൂരിറ്റി റെസ്റ്റ് ഹൗസ് തുടങ്ങി സുരക്ഷയ്ക്കായി വൻ ക്രമീകരണങ്ങൾ. ടെർമിനൽ, ഫ്ലൈ ഓവർ, ഏപ്രൺ എന്നിവയ്ക്കുൾപ്പെടെ 1100 കോടിയോളം രൂപ മുടക്കിയാണ് സിയാൽ പുതിയ ടെർമിനൽ നിർമ്മിച്ചത്. സിയാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ AM ഷബീർ. നമുക്ക് 4000 പീക്ക് അവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അതിൽ 2000 ഇൻകമിങ്ങും 2000 ഔട്ട് ഗോയിങ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് കപ്പാസിറ്റിയാണ് ഈ ടെർമിനൽ ഉണ്ടാവുക. ഇതിൽ ചെക്ക് ഇൻ ഏരിയയിൽ 84 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട്. ആ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഭാവിയിൽ 112 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് വരെ ആകാം. തനത് കേരളീയ ശില്പഭംഗിയിലാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിലവിലുള്ള ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളുടെ മൊത്തം വിസ്തൃതിയുടെ 2.5 ഇരട്ടി വിസ്തൃതി പുതിയ ടെർമിനലിനുണ്ട്. പുതിയ ടെർമിനൽ മാർച്ച് 2-ാം വാരം പ്രവർത്തനം തുടങ്ങും. T3 പ്രവർത്തന സജ്ജമാകുന്നതോടെ നിലവിലുള്ള ടെർമിനൽ ആഭ്യന്തര എയർലൈൻ സർവീസിനായി മാറ്റിവെക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷി കുടീരത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖർ, PP റെജീന എന്നിവർ നയിക്കുന്ന ദീപശിഖ പ്രയാണം 1-ന് കൊച്ചിയിലെത്തിച്ചേരും. ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കാനുള്ള ദീപശിഖ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പ്രീതി ശേഖറിന് കൈമാറി. എല്ലാ മേഖലയിലും സംഘപരിവാർ ഇരച്ചു കയറാൻ പരിശ്രമിക്കുന്നു. അതിനെ തടയാൻ കഴിയുന്നത് ഈ കേരളത്തിലാണ്, മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. അവിടെയാണ് ഈ യൗവനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. ജീവിച്ചിരിക്കുന്ന ജിജേഷിനേക്കാൾ അവർ ഭയപ്പെടുന്നത് മരിച്ച ജിജേഷിനെയാണ്. അതുകൊണ്ടാണ് ജിജേഷിന്റെ രക്തസാക്ഷി സ്തൂപത്തിൽ കൊണ്ടുവന്ന് മലമൂത്ര വിസർജനം നടത്തിയത്. ഇതേത് സംസ്കാരം? ഇതാണോ ഹിന്ദുത്വ സംസ്കാരം? കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി മേനപ്രത്തെ പുഷ്പൻ വേദിയിലെത്തിയതും ആവേശമായി. ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്കിലെ അത്ലറ്റുകളുടെ അകമ്പടിയോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ, കേന്ദ്ര കമ്മിറ്റി അംഗം PP ദിവ്യ, നേതാക്കൾ PP റെജീന, ബിജു കണ്ടക്കൈ എന്നിവരുടെ നേതൃത്വത്തിൽ കതിരൂരിലെത്തിയ ദീപശിഖയോടൊപ്പം പിണറായി ബ്ലോക്കിലെ അത്ലറ്റുകളും തലശ്ശേരിയിൽ നിന്നും മാഹി വരെ തലശ്ശേരി ബ്ലോക്കിലെ അത്ലറ്റുകളും ദീപശിഖ പ്രയാണത്തെ അനുഗമിച്ചു. രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും കൈമാറിയ ദീപശിഖ 1-ന് കൊച്ചിയിലെ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ തെളിയിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. RSSകാർ മർദ്ദിച്ച വിഷ്ണുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. വിഷ്ണുവിന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. MV ഗോവിന്ദ മാസ്റ്റർ, ആനാവൂർ നാഗപ്പൻ, V ശിവൻകുട്ടി തുടങ്ങിയവരും കോടിയേരിക്കൊപ്പം എത്തിയിരുന്നു. സ്ത്രീകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും മാറ്റം വരുത്തുന്നതിന് യുവജനങ്ങൾ പൊരുതണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാ സുന്ദരരാമൻ. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുന്നോടിയായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച യുവതീ സംഗമവും സ്ത്രീ സമത്വവും പൊതുബോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാ സുന്ദരരാമൻ. സംവിധായിക വിധു വിൻസെന്റ്, എഴുത്തുകാരി ദീപ നിഷാന്ത്, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചി സെന്റ് തെരാസസ് കോളേജിൽ പെൺകുട്ടികൾ സഹപാഠിയെ മർദ്ദിച്ച് കൈയൊടിച്ചു. 1-ാം വർഷ BCA വിദ്യാർത്ഥിനിക്കാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടിയുടെ പരാതിയിൽ 3 വിദ്യാർത്ഥിനികൾക്കെതിരെയും കോളേജിന് പുറത്തുനിന്നുള്ള ആൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുത്തു. പെൺകുട്ടികളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കോളേജിൽ സഹപാഠികളായ മരിയ ഷാജി, മരിയ ലിയാൻഡ്ര, ഡെയ്സി ജെയിംസ് എന്നിവരാണ് പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത്. വിദ്യാർത്ഥിനിയുടെ ഫോണിലേക്ക് മരിയ ഷാജിയുടെ സഹോദരൻ ആൽവിന്റെ സുഹൃത്ത് ജോസ് മാത്യു നിരന്തരം മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. പെൺകുട്ടികളിൽ ഒരാൾ പരാതിക്കാരുടെ കൈ പിന്നിലേക്ക് പിടിച്ച് തിരിച്ചൊടിച്ചുവെന്നും മറ്റൊരാൾ കഴുത്തിൽ ഇടിക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 3 girls came and a girl called Daisy, another girl called Maria Leandra and Alvin's sister Maria Shaji. 3 of them, Daisy twisted my hand. Maria Shaji was blocking my way, and she had to hold, and there's something wrong with my abdomen. And the other lady was just blocking my way.
these people did this. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് 3 വിദ്യാർത്ഥിനികൾക്കെതിരെയും ഒരു ആൺകുട്ടിക്കെതിരെയും കേസെടുത്തു. പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ജനനന്മ അക്ഷര ജ്യോതി പുരസ്കാരം എഴുത്തുകാരൻ ഭാനുപ്രകാശിന് സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം പത്മശ്രീ മധുവാണ് പുരസ്കാരം സമ്മാനിച്ചത്. 11,111 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2017 മിസ് സൗത്ത് ഇന്ത്യ കിരീടം തമിഴ്നാടിന്റെ പവിത്ര ബിക്ക്. കോഴിക്കോട് സ്വദേശി രേഷ്മ ആർ കെ നമ്പ്യാരാണ് ഫസ്റ്റ് റണ്ണറപ്പ്. കർണാടകത്തിന്റെ വർണ്ണ സമ്പത്ത് സെക്കൻഡ് റണ്ണറപ്പുമായി. മുൻ മിസ് സൗത്ത് ഇന്ത്യ വിജയയെ കിരീടമണിയിച്ചു. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 18 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. സിനിമാ താരങ്ങളും മോഡലുകളുമായ സഞ്ജയ് കുമാർ അസ്രാണി, വാണിശ്രീ ഭട്ട്, രാജീവ് പിള്ള, കൌശൽ മന്ദ, മാധ്യമ പ്രവർത്തക ടൂഷ്മ ബിജു എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. From my recollection of what she said, is our new Miss South India 2017. There you go, Pavitra. It's time for you to take your first walk as Miss South India 2017. Are you ready for this? Oh, there are lots more stuff happening. That's your one lag. Let's congratulate Pavitra, the winner of Miss South India. Can we please have you walk the ramp as our Miss South India? ദേശീയഗാനത്തിനിടെ ചൂയിംഗം ചവച്ച പർവേസ് റസൂൽ വിവാദത്തിൽ. കശ്മീരിൽ നിന്നുള്ള ഓഫ് സ്പിന്നറായ പർവേസ് ദേശീയഗാനത്തെ അപമാനിച്ചുവെന്നാണ് ആരോപണം. പർവേസ് ചൂയിംഗം ചവയ്ക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി. കശുവണ്ടിപ്പരിപ്പും ബദാമും എന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുമല്ലോ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത്തരം ആശങ്കകൾ ഇനി വേണ്ട. നട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് പുതിയ കണ്ടെത്തൽ. കശുവണ്ടി പരിപ്പും ബദാമും കഴിച്ചാൽ പൊണ്ണത്തടി വയ്ക്കുമെന്നാണ് നമുക്കിടയിലുള്ള ധാരണ. എന്നാൽ ഇനി നട്ട്സിനോട് നോ പറയണ്ട. എന്നു മാത്രമല്ല അവ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണെന്നും പുതിയ പഠനങ്ങൾ പറയുന്നു. കശുവണ്ടിയോ നിലക്കടലയോ ബദാമോ എന്തുമാകട്ടെ, ഒരു പിടി നട്ട്സ് ദിവസവും കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ഹൃദ്രോഗം, അർബുദം, അകാല മരണം ഇവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ദിവസവും ഒരു പിടി നട്ട്സ് കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത 30%, അർബുദ സാധ്യത 15%, അകാല മരണ സാധ്യത 22% കുറയ്ക്കും. നട്ട്സ് കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത പകുതിയും പ്രമേഹ സാധ്യത 40% കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നു. ഇംപീരിയൽ കോളേജ് ലണ്ടനിലെയും നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. നിലക്കടലയിലും കശുവണ്ടിയിലും നാരുകൾ, മഗ്നീഷ്യം, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ മുതലായവയുമുണ്ട്. ഇവ ഹൃദയ സംബന്ധമായ രോഗങ്ങളും കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനം പറയുന്നു. നട്ട്സുകൾ, പ്രത്യേകിച്ചും വാൾനട്ട്, ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയതിനാൽ ഓക്സീകരണ സമ്മർദ്ദത്തെ പ്രതിരോധിച്ച് അർബുദ സാധ്യത കുറയ്ക്കുന്നു. നട്ട്സുകളിൽ കൊഴുപ്പടങ്ങിയിട്ടുണ്ടെങ്കിലും നാരുകളും മാംസ്യവും ഉള്ളതിനാൽ പൊണ്ണത്തടി കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പഠനം. BMC മെഡിസിൻ എന്ന ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്. സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന SS രാജമൌലിയുടെ ബാഹുബലി ദി കൺക്ലൂഷന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. അമരേന്ദ്ര ബാഹുബലിയും ദേവസേനയും വില്ലുകുലച്ച് പരിശീലനം നടത്തുന്ന ദൃശ്യമാണ് പോസ്റ്ററിലുള്ളത്. സംവിധായകൻ രാജമൌലി തന്നെയാണ് ട്വിറ്ററിലൂടെ പോസ്റ്റർ പുറത്തുവിട്ടത്. നവമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് മൈ ഡ്രീം എന്ന ആൽബത്തിലെ ഗാനങ്ങൾ. സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന വിധത്തിൽ ചിത്രീകരിച്ച 6 ഗാനങ്ങളിൽ 2 എണ്ണമാണ് പുറത്തിറങ്ങിയത്.